പഠനവും കഴിഞ്ഞ് എറണാകുളത്ത് സ്വന്തമായി ക്ലിനിക് തുടങ്ങി ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് കോഴിക്കോട് കൊടിയത്തൂരിലെ നീന മുനീർ എന്ന യുവ ഡോക്ടർക്ക് ക്യാൻസർ ബാധിക്കുന്നത്. ക്യാൻസറിന്റെ 4ാം ഘട്ടത്തിലാണ് രോഗം തിരിച്ചറിയുന്നത്. 4 മാസം മാത്രമേ ആയുസ്സുണ്ടാകൂ. പാലിയേറ്റീവ് ചികിത്സയും മറ്റും നടത്തി മുന്നോട്ടു പോകാം. ഡോക്ടർമാരുടെ ഈ ഉപദേശം നീനയ്ക്ക് പുതുമയുള്ളതല്ല, കാരണം അവരും ഡോക്ടറാണ്. എഴുത്തിനെ അത്ര ഗൗരവമായി ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടേയില്ലാത്ത നീന രോഗക്കിടക്കയിലായപ്പോൾ ഒറ്റപ്പെടലില്ലാതാക്കാൻ എഴുത്തിനെ കൂട്ടുപിടിച്ചു. രോഗക്കിടക്കയിൽ നിന്നും നീന നടത്തിയ ക്യാൻസറിനോടുള്ള പോരാട്ടത്തിന്റെ നേർരേഖകൾ കൂടെയാണ് ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ. എനിക്ക് 2023 ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പം ആ സമയം വരെ എഴുത്തിന്റെ ഒരു മേഖലയിലും ഞാൻ ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാരെയും പോലെ തന്നെ ജോലി തിരക്ക്, സെൽഫി, റീല്, സോഷ്യൽ മീഡിയ, ഇതൊക്കെ തന്നെയായിരുന്നു ലോകം. പിന്നെ അസുഖത്തിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ വേൾഡിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ അതുവരെ ഉണ്ടായിരുന്ന ആളുകളടുത്തൊക്കെ എനിക്ക് അങ്ങ് സംസാരിച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം എൻ്റെ വേൾഡ് വേറെ, അവരുടെ വേൾഡ് വേറെ ആയല്ലോ. അപ്പോൾ അവരൊക്കെ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട്, നല്ലവണ്ണം എന്നും ആ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം തോന്നിയത് ഈ എഴുത്താണ്. എൻ്റെ ഡയറികളായിട്ട് ഞാൻ പതുക്കെ ഓരോന്ന് എഴുതി വെക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഫീൽ ചെയ്യുമായിരുന്നു. ഒരു കൂട്ടുള്ള പോലൊരു ഫീല് വരുമായിരുന്നു. അപ്പം അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നതും പുസ്തകങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങുന്നത്. അത് ഇപ്പോഴാണ് അസുഖമൊക്കെ മാറി, ഇപ്പം 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിൽ നിന്നൊക്കെ ഫ്രീ ആയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു എഴുത്താണ് എന്നെ ഇവിടെ വരെ എത്തിക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മകളുടെ ആയുസ്സിന് മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ മകൾക്ക് പിന്തുണയുമായി നിന്നത് റിട്ടയേർഡ് അധ്യാപിക കൂടിയായ ഉമ്മ സോഫിയയാണ്. 4 മാസം മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ, ഇനിയിപ്പോൾ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പം അത് കേൾക്കുന്ന ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എനിക്കിപ്പോഴും അത് പറയുമ്പം എന്താ പറയുക, ഭയങ്കര വിഷമത്തിലാണ്. അങ്ങനെ അവൾ തന്നെ നല്ല മനോധൈര്യമുള്ള കുട്ടിയാണ്. പിന്നെ നമ്മൾ വീട്ടുകാരും നമ്മളും എല്ലാവരും കൂടിയിട്ടാണ് അവൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല മാനസികമായിട്ടുള്ള ഒരുപാട് സപ്പോർട്ട് അവൾക്ക് ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. രണ്ടാളും കൂടി പാർലറിൽ പോയ സമയത്ത് ഞാൻ ആദ്യം അങ്ങ് ഇരുന്ന് കൊടുത്തു കസേരയിൽ. എനിക്കപ്പോൾ അങ്ങനെ തോന്നിയത്. അപ്പം ആ സമയത്ത് എൻ്റെ മുടി അങ്ങ് എടുത്തു ആദ്യം തന്നെ. ഇവൾ അന്തം വിട്ടുപോയി. അപ്പം തന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ തല വേറൊരു ഷേപ്പാണ്, തെന്നാലിരാമൻ മോഡലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ചിരിയിരിച്ചു. പിന്നെ അവളും വളരെ കൂളായിട്ട് വെച്ചു കൊടുത്തു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അവൾക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി മൊട്ടയായിട്ട് നടക്കാൻ ഭയങ്കര മടിയുണ്ടായിരുന്നു. അപ്പോൾ ഒരാളുകൂടി കമ്പനിയല്ലോ, അപ്പം അതിൻ്റെ ഒരു സന്തോഷം, ആ ഒരു സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. നീന മനോധൈര്യത്തോടെ എഴുത്തിനെ കൂട്ടുപിടിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോയപ്പോൾ പതിയെ ചികിത്സയും വലിച്ചു തുടങ്ങി. ക്യാൻസർ ചികിത്സയുടെ വേദനകളും മരുന്നുകൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളും മാത്രമല്ല, ഒരു രോഗിയുടെ ഉള്ളിലെ ഭയവും ജീവിതത്തോടുള്ള പ്രത്യാശയുമെല്ലാം ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകളിൽ തെളിഞ്ഞു കാണാം. പ്രശസ്ത എഴുത്തുകാരനായ MN കാരശ്ശേരിയും ആസാദ് മൂപ്പനുമാണ് നീനയുടെ പുസ്തകത്തിന് അവതാരിക എഴുതിയത്. ക്യാൻസർ ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ജീവിതത്തെ കൂടുതൽ വിലപ്പെട്ടതാക്കി മാറ്റുന്ന ഒരു പുതിയ യാത്രയുടെ തുടക്കം കൂടിയാണെന്ന സന്ദേശവും പുസ്തകം നൽകുന്നു. ക്യാൻസറിൽ നിന്നും മുക്തി നേടിയ നീന ഇപ്പോൾ കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ക്ലിനിക്കൽ ഓഡിറ്ററായി ജോലി ചെയ്യുകയാണ്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.